ഇപ്പം എൻ്റെ പുറകിൽ കാണുന്ന ഈ ഓറഞ്ചുകൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഗ്രീസിലെ ഏതോ ഓറഞ്ച് ഫാം കാണാൻ പോയതാണ്. ഞാൻ ഓറഞ്ച് ഫാമിലൊന്നുമല്ല, ഗ്രീസിലെ ഏതൻസ് എന്ന് പറയുന്ന നഗരത്തിലെ വെറും റോഡ് സൈഡിലാണ് ഗൈസ്. നിങ്ങളതൊന്ന് നോക്കിയേ, അവിടെ റോഡിന്റെ രണ്ട് സൈഡും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണിത്. സത്യത്തിൽ ഞാനിത് കണ്ടിട്ട് കാർ അവിടെയൊക്കെ പാർക്ക് ചെയ്ത് ചാടി ഇറങ്ങിയതാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയ്ക്ക് വിലയില്ലാതെ ഓറഞ്ചിനെ കാണുന്നത്. നമ്മുടെ നാട്ടിൽ നമ്മൾ കഷ്ടപ്പെട്ട് പൈസ കൊടുത്തൊക്കെ വാങ്ങുന്ന ഓറഞ്ച് ഇത് നോക്ക്, റോഡ് സൈഡിൽ ആർക്കും വേണ്ടാണ്ട് ഇങ്ങനെ പൊഴിഞ്ഞു കിടക്കുകയാണ്. ഒരു മനുഷ്യ കുട്ടിക്ക് അത് വേണ്ട. രണ്ട് സൈഡിലും, നമ്മുടെ റോഡ് സൈഡിൽ നമ്മൾ പലപ്പോഴും ഈ പൂവുള്ള മരങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്, ഈ നാഷണൽ ഹൈവേയുടെ സൈഡിലൊക്കെ. ഇവിടെ അതിന് പകരം രണ്ട് സൈഡിലും നിറച്ച ഓറഞ്ച് മരങ്ങളാണ്. അതാണെന്നുണ്ടെങ്കിൽ ഡിസംബർ മാസത്തിൽ അതിങ്ങനെ പഴുത്ത് പാകമാവുന്ന സമയത്രേ. ഓറഞ്ച് പഴുത്ത് പാകമായി നോക്ക്, ഇങ്ങനെ പൊട്ടിക്കാൻ പറ്റുന്ന ആ ഒരു ഹൈറ്റിൽ. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. ഞാനിങ്ങനെ അവിടെ ഇങ്ങനെ ആക്രാന്തം പിടിച്ച് ഓറഞ്ചൊക്കെ പൊട്ടിച്ച് നടക്കുന്നത് കണ്ടിട്ട് ആൾക്കാർ എന്നെ ഇങ്ങനെ വളരെ അത്ഭുതത്തോടു കൂടി നോക്കുന്നുണ്ടായിരുന്നു. കാരണം അവർക്ക് അവിടെ യാതൊരു വിലയില്ലാത്ത സാധനം. ഇത് നോക്ക് നിങ്ങൾ, അവിടെ ഇങ്ങനെ ഒരു മനുഷ്യ കുട്ടിക്ക് വേണ്ടാതെ ഇങ്ങനെ പൊഴിഞ്ഞു കിടക്കുക ഓറഞ്ച്. എനിക്കെന്തായാലും കണ്ടിട്ട് സഹിച്ചില്ല. ഞാൻ 2 ഓറഞ്ച് എടുത്തുകൊണ്ട് പോന്നു. ഓറഞ്ച് പെർക്കിൽ ഇന്നത്തെ അജണ്ടയിൽ ഉണ്ടായിരുന്ന കാര്യപരിപാടി അല്ലാന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. കണ്ടപ്പോൾ ചാടി ഇറങ്ങി നിർത്താട്ടോ സത്യം. അപ്പോൾ ഇന്ന് ഞാനും എൻ്റെ ഗൈഡ് വസൂസും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഏതൻസ് സിറ്റിയാണ്. ഏതൻസ് സിറ്റിയിൽ നിങ്ങൾ പോകുന്ന സമയത്ത് കാണുന്ന മനോഹരമായ കാഴ്ചകളാണ് ഇങ്ങനെയുള്ള ആർട്ട് വർക്ക്, ഗ്രാഫിറ്റി എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. നല്ല മനോഹരമായിട്ടുള്ള ഡ്രോയിങ് നമുക്ക് കാണാൻ പറ്റും. ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ അക്രോപോളിസ് ആണ്. എന്താണ് അക്രോപോളിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഗ്രീസിലെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോണ്യുമെന്റ് ഏതാ എന്ന് ചോദിച്ചാൽ അതാണ് അക്രോപോളിസ്. അതിനെപ്പറ്റി ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. പക്ഷെ പോകുന്ന വഴിക്ക് നിങ്ങൾ ഈ സംഭവങ്ങൾ, ഇതെന്ത് മരാന്നറിയോ? ഇതാണ് ഒലിവ് മരം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ തുളസിയൊക്കെ വളരെ പവിത്രമായിട്ടാണല്ലോ കാണുന്നത്. അതുപോലെ ഗ്രീക്കുകാർക്ക് ഏറ്റവും പവിത്രമായിട്ട് അവർ കരുതുന്ന ഒരു മരവും ഇലയൊക്കെയാണ് ഈ ഒലിവിൻ്റെ ഇല. അവിടുത്തെ വലിയ ഒരു ബിസിനസ് കൂടിയാണിത്, ഒലിവെണ്ണയും അല്ലെങ്കിൽ ഒലിവ് കൊണ്ടുണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇത് അവിടെ ധാരാളമായിട്ട് കണ്ടു. അതാണ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വിചാരിച്ചത്. തുടക്കത്തിൽ തന്നെ നമുക്ക് ഇതുപോലെയുള്ളൊരു വലിയ തിയേറ്റർ അറിയാലോ. പണ്ടത്തെ ഇപ്പോൾ റോമിലും ഗ്രീസിലൊക്കെ ഇങ്ങനെയുള്ള ആംഫി തിയേറ്ററുകൾ ധാരാളം ഉണ്ട്. അവരുടെ പണ്ടത്തെ പല പെർഫോമൻസുകൾ നടക്കുമ്പോൾ ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റേഡിയം പോലത്തെ ഒരു അറേഞ്ച്മെൻറ്റ്. ഇതാണ് അക്രോപോളിസിൻ്റെ ഏറ്റവും പുറത്തു നിന്നുള്ള വ്യൂ. അത്യാവശ്യം തിരക്കന്ന് കുറവായിരുന്നു. ഇതൊന്നും അല്ലാത്രേ ശരിക്കും തിരക്ക്, ഭയങ്കര തിരക്കുണ്ടാവാറുണ്ട്. പക്ഷേ ഇത് ഓഫ് സീസൺ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. പതുക്കെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അവിടെ ക്യൂ നിന്നിട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഉള്ളിലേക്ക് കയറും തോറും അതിൻ്റെ ആ ഒരു ആർക്കിടെക്ചറൽ ഭംഗി, അതിൻ്റെ ആ ഒരു നിർമ്മിതിയുടെ ഭംഗി നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് BC യിലാണ്. BC 500കളിൽ, അതായത് 400-500 5th സെഞ്ച്വറി BC യിൽ ഉണ്ടാക്കിയ ഒരു ടെമ്പിളാണിത്. അപ്പോൾ ഞാൻ വസോസിനോട് ചോദിച്ചു, എന്താണ് ഈ അക്രോപോളിസ് നിങ്ങൾക്ക് എന്ന് ചോദിച്ചപ്പോൾ വസോസ് എൻ്റെ അടുത്ത് പറഞ്ഞെന്താണെന്നറിയോ? നിങ്ങൾ ഇന്ത്യക്കാർക്ക് താജ്മഹൽ എന്താണോ അതാണ് ഞങ്ങൾ ഗ്രീസുകാർക്ക് അക്രോപോളിസ്. അതായത് ഇപ്പോൾ പുറത്ത് രാജ്യങ്ങളൊക്കെ പോയിട്ട് നമ്മളിപ്പോൾ ഇന്ത്യ കാണാൻ വരുന്ന ഒരാളെടുത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട സംഗതികൾ ചോദിച്ചാൽ അവർ പറയുക ഒന്ന് താജ്മഹൽ ആയിരിക്കും, അല്ലേ? നമ്മുടെ ഒരു എന്താ പറയുക, ലോക മഹാത്ഭുതമായിരുന്നു താജ്മഹൽ. ഇപ്പോഴും അതെ. അതുപോലെ ഗ്രീസുകാർക്ക് അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ കരുതുന്ന ഒരു നിർമ്മിതിയാണ്, അവരുടെ സിവിലൈസേഷൻ്റെയും ഡെമോക്രസിയുടെയൊക്കെ ഏറ്റവും വലിയ ഒരു മാതൃകയായി, അല്ലെങ്കിൽ ഇന്നും അവരുടെ തലയെടുപ്പോടുകൂടി നിൽക്കുന്ന അവരുടെ ഒരു മോണ്യുമെൻ്റ് ആണ് ഈ പറയുന്ന അക്രോപോളിസ്. ഇത് അഥീന, ഏഥൻസ് എന്ന് പറയുന്ന നഗരത്തിൻ്റെ കാവൽ മാലാഖയാണ് അഥീന. അഥീന ദേവിയുടെ ഒരു ടെമ്പിൾ കൂടിയാണ്, പാർത്തനോൺ എന്ന് പറയുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഈ പറയുന്ന അക്രോപോളിസ്. അക്രോ എന്ന് പറഞ്ഞാൽ ഉയരം എന്നാണ് അർത്ഥം. അക്രോപോളിസ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ഓഫ് ദ സിറ്റി എന്നാണ് അർത്ഥം. നോക്കൂ, ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏഥൻസ് നഗരം നിങ്ങൾക്ക് മുഴുവനായിട്ട് കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതായത് ഏഥൻസിൻ്റെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന അവരുടെ വലിയ അഭിമാനമായ വലിയൊരു സംഭവമാണ് ഈ അക്രോപോളിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏഥൻസിൽ പോയാൽ ഇത് കാണാതെ പോരാൻ പറ്റില്ല. അവിടെ എനിക്ക് പരിചയപ്പെടാൻ പറ്റിയ ഒരാളാണ് കേട്ടോ. അവരിങ്ങനെ വേഷമൊക്കെ കെട്ടി നിൽക്കുന്നുണ്ടാവും. നമുക്ക് ഒരു 5 യൂറോ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഫോട്ടോ എടുക്കാനൊക്കെ സമ്മതിക്കും. ഞാനപ്പോൾ 1-2 ഫോട്ടോ ഒക്കെ എടുത്തു ഇദ്ദേഹത്തിൻ്റെ കൂടെ. അദ്ദേഹം എനിക്കൊരു കുഞ്ഞു പ്രസൻറ്റ് തന്നു. ഇത് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഗുഡ് ലക്ക് വരുമെന്നാണ് അവരുടെ വിശ്വാസം. നല്ലൊരു മനുഷ്യൻ കേട്ടോ. അപ്പോൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പറഞ്ഞിട്ട് എനിക്ക് തന്ന മാഗ്നറ്റാണിത്. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്കാണ്. ഇനി ഞങ്ങൾ പോകുന്നത് അഗോറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അക്രോപോളിസ് പോലെ തന്നെ ഗ്രീക്കുകാർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മോണ്യുമെന്റ് ആണ് അഗോറ. അതിൻ്റെ ഉള്ളിലാണ് ഗ്രീക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അവരുപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, അവരുടെ വേഷവിധാനങ്ങൾ, ജ്വല്ലറികൾ, അതുപോലെ തന്നെ ധാരാളം ശില്പങ്ങൾ, പലതിനും തലയൊന്നും ഇല്ല കേട്ടോ. കാര്യം നശിപ്പിക്കപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാലും അവരത് പരമാവധി നന്നായിട്ട് പ്രിസർവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ഇതെന്താണെന്ന് മനസ്സിലായോ?
ഞാൻ കുറച്ചു മുമ്പ് ഒലിവ് മരം കാണിച്ചു തന്നു. ഇത് ഒലിവ് മരത്തിൽ നിന്ന് താഴെ വീണ് കിടക്കുന്ന ഒലിവ് കായകളാണ്. നിങ്ങൾ ആ മരത്തിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും, ആ കറുപ്പ് കളറിൽ കാണുന്നത് മുഴുവൻ ഒലിവ് കായകളാണ്. നമ്മുടെ നാട്ടിൽ എന്ത് വില കൊടുത്തിട്ടാലേ നമുക്ക് ഒലിവും അല്ലെങ്കിൽ ഒലിവ് ഓയിലൊക്കെ കിട്ടുന്നത്. ആ നാട്ടിൽ യഥേഷ്ടം കാണുന്ന ഒരു സംഭവമാണിത്. അവിടെ വളരെ പ്യുവറായിട്ടുള്ള ഒലിവ് ഓയിൽ കിട്ടും. അപ്പോൾ ഇത് നോക്കൂ, ആ മരത്തിന്റെ താഴെ ഇങ്ങനെ, ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കാണുന്നത് ഇങ്ങനെ മരത്തിന്റെ മുകളിൽ ഒലിവ്, അതുപോലെ തന്നെ ഇങ്ങനെ താഴെ ഇങ്ങനെ യഥേഷ്ടം വീണ് കിടക്കുന്ന ഒലിവ് കായകളും ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിനുശേഷം ഞങ്ങൾ ഓൺ ദ വേ എനിക്ക് വസൂസ് കാണിച്ചു തന്നത് ഇത് അവരുടെ പാർലമെന്റ് ആണ്, ഗ്രീസിന്റെ പാർലമെന്റ് ആണ്. അതിനുശേഷം അവിടുത്തെ ഇതൊരു പ്രധാനപ്പെട്ട കോളേജാണ്. ഈ പാർലമെന്റിന്റെ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് അവിടുത്തെ പ്രസിഡന്റിന്റെ വസതിയുടെ മുമ്പിലാണ്. പാർലമെന്റിന്റെ മുമ്പിലും പ്രസിഡന്റിന്റെ വീടിന്റെ മുമ്പിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണിത്, ചേഞ്ച് ഓഫ് ഗാർഡ്സ്. ഇതുപോലൊരു ചേഞ്ച് ഓഫ് ഗാർഡ്സ് നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ബക്കിംഗ്ഹാം പാലസിന്റെ അവിടെ ലണ്ടനിൽ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും. അതുപോലെ തന്നെ എനിക്ക് അറിയണ്ടായിരുന്നില്ല ഗ്രീസിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത്. അപ്പോൾ എനിക്ക് വസൂസ് ആണ്, ഈ വസൂസ് എൻ്റെ ഗൈഡാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. വസൂസ് പണ്ട് ഈ പറയുന്ന പ്രസിഡന്റിന്റെ മുന്നിൽ ഇതുപോലെ നിന്നിരുന്ന ഒരു ഗാർഡായിരുന്നു. പണ്ട് അദ്ദേഹം ഗവൺമെന്റ് സർവീസിലായിരുന്നു. ഗ്രീസിൽ 18 വയസ്സ് കഴിഞ്ഞാൽ എല്ലാ ചെറുപ്പക്കാരും ഒരു വർഷമെങ്കിലും മിനിമം അതായത് നമ്മുടെ സൈനിക വൃത്തി ചെയ്യണം. അത് വളരെ നിർബന്ധമാണ്. അപ്പോൾ ഈ 12 മണിക്കൂർ ഡ്യൂട്ടി കഴിയുമ്പോൾ ആ 2 ഡ്യൂട്ടി ചെയ്യുന്ന ആളുകളെ പുതിയ 2 പേർ വന്ന് മാറുന്ന, അവർക്ക് ചേഞ്ച് ഓഫ് ഷിഫ്റ്റ് ചെയ്യുന്ന ആ ഒരു സെറിമണിനെയാണ് ചേഞ്ച് ഓഫ് ഗാർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു 10-15 മിനിറ്റ് നീളുന്ന ഒരു സെറിമണി ആട്ടോ. കാണാൻ നല്ല രസമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന 2 ഗാർഡുകളെ പുതിയ 2 ഗാർഡുകൾ വന്നിട്ട് ചേഞ്ച് ചെയ്ത് അവരെ ഡ്യൂട്ടിയിൽ നിന്ന് റിലീവ് ചെയ്യുന്ന ആ ഒരു സെറിമണിയാണ്. ഞാനത് ആ 10-15 മിനിറ്റ് മുഴുവൻ നിന്ന് കണ്ടു. നല്ല രസമുള്ള ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. ഇതാ ആ 12 മണിക്കൂർ ഡ്യൂട്ടി ചെയ്ത 2 പേരെ അവർ കൊണ്ടുപോകുന്ന കാഴ്ചയാണ്. പുതിയ 2 പേർ വന്നിട്ടിപ്പോൾ അവരെ റീപ്ലേസ് ചെയ്തു. ഞാൻ വിചാരിച്ചിരുന്നത് ഇത് UK യുണൈറ്റഡ് കിങ്ഡത്തിൽ മാത്രമുള്ള ഒരു സംഭവമാണെന്നാ. ഗ്രീസിലുണ്ടെന്നുള്ളത് എനിക്കൊരു പുതിയ അറിവായിരുന്നു. എന്തായാലും അവിടെ നിന്നത് മുഴുവൻ കാണാൻ പറ്റി. അതിനുശേഷം ഞാൻ നേരെ നടന്നു പോകുന്നത്, അവിടെ ഒരു സ്റ്റേഡിയം ഉണ്ട്. പ്രത്യേകിച്ചിട്ട് ഒളിമ്പിക്സ് അറിയാലോ, ഗ്രീസിലാണ് ഒളിമ്പിക്സിന്റെ ആ ഒരു തുടക്കമൊക്കെ. അപ്പോൾ ഒളിമ്പിക്സിന്റെ ആ ഒരു മെമ്മറി ആയിട്ട് അവിടെ ഒരു സ്റ്റേഡിയം ഉണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേഡിയം വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അപ്പോൾ അത് കാണാനാണ് ഞാൻ പിന്നെ പോയത്. ഞാൻ പറഞ്ഞല്ലോ, ഓഫ് സീസൺ ആയതുകൊണ്ട് വലിയ തിരക്കുണ്ടായിരുന്നില്ല. അത് വലിയൊരു അനുഗ്രഹമായി. അതൊക്കെ കണ്ടിട്ട് ഞാൻ പതുക്കെ റോഡൊക്കെ ക്രോസ് ചെയ്ത് തിരിച്ച് നമ്മുടെ കാറിലെത്തി. ഇനി വെറുതെ ഒന്ന് ഏതെങ്കിലും സിറ്റി ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. കാര്യമായിട്ട് കാണേണ്ട സംഭവങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വസൂസിനോട് പറഞ്ഞു, എന്നെ എവിടെയെങ്കിലും ഒന്ന് ഇറക്കി വിട്ടാൽ മതി, ഞാനൊന്ന് സിറ്റിയിലൊന്ന് കറങ്ങട്ടെ എന്ന്. അങ്ങനെ ഞാൻ വെറുതെ തനിച്ച് സിറ്റി ഒന്ന് കറങ്ങി. നല്ല രസമാണ് കേട്ടോ. കാര്യം നമുക്കറിയാത്തൊരു സ്ഥലത്ത് നമുക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നടന്നു പോവുക, അവിടുത്തെ ആളുകളെയൊക്കെ ഒന്ന് കാണുക. ചിലരൊക്കെ നമ്മളോട് ഹായ് പറയും, സംസാരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. നമുക്കറിയാത്തൊരു സ്ഥലത്ത് ഇങ്ങനെ, നമ്മളെ ആർക്കും അറിയില്ലല്ലോ, ഇങ്ങനെ നടക്കുക എന്നുള്ളത്. ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം വൈകുന്നേരം 4 മണിയാണ് സമയം. അപ്പോഴാണ് വസൂസ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇവിടെ നല്ല അടിപൊളി ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്, ഇന്ത്യൻ ഹവേലി. ഏത് നാട്ടിൽ ചെന്നാലും നമ്മുടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഇല്ലാത്ത സംഭവം ഇല്ല കേട്ടോ. ഞാൻ സ്വിറ്റ്സർലൻഡിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് ഞാൻ ഭക്ഷണം കഴിച്ചത്. അപ്പോൾ കുറേ ദിവസമായിട്ട് ഇന്ത്യൻ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ആക്രാന്തം ഉണ്ടായിരുന്നു. നമ്മുടെ നല്ല ആ ഒരു ഇന്ത്യൻ ഒരു വൈബുള്ള റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പോൾ നല്ല പുലാവും അതുപോലെ തന്നെ കടായി ചിക്കനുമാണ് ഞാൻ ഓർഡർ ചെയ്തത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വയറ് നിറയെ, ആ 3-4 ദിവസം കഴിക്കാത്തതിൻ്റെ ആക്രാന്തം വയറ് നിറയെ കഴിച്ചങ്ങ് തീർത്തു. ഇവിടെ നിന്ന് ഇനി ഞാൻ നേരെ പോകുന്നത് തിരിച്ച് ബാക്ക് ടു ദുബായ് ആണ്. എയർപോർട്ടിലേക്ക് പോവാണ്. അപ്പോൾ ബൈ.